ഒരിക്കല് മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലെത്തി. അങ്ങനെ ഹജ്ജ് എല്ലാം കഴിഞ്ഞു, അൽഹംദുലില്ലാ. അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് പരിശുദ്ധമായ മക്കത്തെ പള്ളിയിൽ ഇങ്ങനെ ദിക്റും തസ്ബീഹൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? രണ്ട് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഭൂമിയിലേക്ക് രണ്ട് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ആ മലക്കുകൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്താ മലക്കുകൾ? ഒരു മലക്ക് മറ്റു മലക്കിനോട് പറയുന്നു, നിനക്ക് അറിയോ, ഈ വർഷം 6 ലക്ഷത്തോളം ഹാജിമാർ ഹജ്ജ് ചെയ്തു. ഈ 6 ലക്ഷം ഹാജിമാരിൽ ഒരൊറ്റ ഹാജിയുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. ഒരാളുടെ ഹജ്ജ് മാത്രമാണ് അള്ളാഹു താല സ്വീകരിച്ചിട്ടുള്ളൂ, അള്ളാഹു കബൂലാക്കിയിട്ടുള്ളൂ. അതാരാണെന്നറിയോ? ഡമസ്കസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുവഫിഖ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഹജ്ജിനെ മാത്രമേ അള്ളാഹു താല സ്വീകരിച്ചിട്ടുള്ളൂ. പക്ഷെ അയാളാണെങ്കിലോ, അദ്ദേഹമാണെങ്കിൽ ഈ വർഷം ഹജ്ജും ചെയ്തിട്ടില്ല. അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഹജ്ജ് സ്വീകരിച്ചത് കൊണ്ട് അള്ളാഹു താല ബാക്കി 6 ലക്ഷം ആളുകളുടെയും ഹജ്ജിനെ കബൂലാക്കിയിട്ടുണ്ട്. ഇത് അത്ഭുത സംഭാഷണം, മലക്കുകൾക്കിടയിലുള്ള ഈ സംഭാഷണം കേട്ടിട്ട് മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു തആല ഞെട്ടി എഴുന്നേറ്റു. അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റു. അള്ളാഹ് എന്താണ് ഈ കേൾക്കുന്നത്? ആരുടെയും ഹജ്ജ് സ്വീകരിച്ചിട്ടില്ലെന്നോ, ഒരാളുടെ മാത്രമേ ഹജ്ജ് സ്വീകരിച്ചിട്ടുള്ളൂ, അയാൾ കാരണം ബാക്കിയുള്ളവരുടെ ഹജ്ജും അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടെന്നോ, അതാരാണെന്ന് അറിയണം. ഇദ്ദേഹം ഉടൻ തന്നെ ഡമസ്കസ് എന്ന് പറയുന്ന ആ രാജ്യത്തിലേക്ക് ഇങ്ങനെ യാത്രയാവുകയാണ്. യാത്ര ചെയ്തു. അവിടെ ചെന്ന് ആളുകളോട് ചോദിച്ചു, ഈ മുവഫിഖ് എന്ന് പറയുന്ന ആളുണ്ടോ? ചെന്ന് നോക്കുമ്പോൾ ഒരാളുണ്ട്, വളരെ കീറിയ എന്താണ്, ഇനി തുന്നാനൊന്നുമില്ല എന്ന് പറയാം, അത്തരത്തിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന, ചെരുപ്പ്, ആളുകളുടെ ചെരുപ്പിങ്ങനെ കീറിയ ചെരുപ്പ്, പൊട്ടിയ ചെരുപ്പൊക്കെ തുന്നി ജീവിക്കുന്ന, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ചെരുപ്പ് തുന്നിയായ ഒരു മനുഷ്യനെ കണ്ടു. ചോദിച്ചു, നിങ്ങളാണോ മുവഫിഖ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അതെ ഞാനാണ് മുവഫിഖ്. എന്താണ് വന്നത്? നിങ്ങൾ ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്തോ? ഞാൻ ഹജ്ജ് ചെയ്തില്ല. നിങ്ങൾ ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഒരുപാട് വർഷമായി ഈ ചെരുപ്പ് തുന്നി കിട്ടുന്ന പൈസയൊക്കെ ശേഖരിച്ച് 300 ദിർഹം ഞാൻ ഇതിങ്ങനെ കൂട്ടിവെച്ചിരുന്നു ഈ പ്രാവശ്യം ഹജ്ജിന് പോവാൻ. പക്ഷേ എനിക്ക് ഹജ്ജിന് പോവാൻ പറ്റിയില്ല. ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഹജ്ജിന് പോയില്ല? ആ സമയത്ത് ഈ മുവഫിഖ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും ഇറച്ചിക്കറിയുടെ മണം വന്നു. അപ്പൊ എൻ്റെ ഭാര്യ പറഞ്ഞു, അപ്പുറത്തെ വീട്ടിൽ നിന്നും കുറച്ച് ഇറച്ചിക്കറി നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരുമോ? എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ആ മണം കേട്ടിട്ട് വലിയ ആഗ്രഹം തോന്നുന്നു. ആ സമയത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നു. അവരോട് ഇങ്ങനെ പറഞ്ഞു, കുറച്ച് ഇറച്ചിക്കറി ഞങ്ങൾക്കും തരുമോ? ആ സമയത്ത് ആ വീട്ടിലുള്ള സ്ത്രീ, ആ വീട്ടിലുള്ള ഉമ്മ പറയുകയാണ്, ഈ ഇറച്ചിക്കറി നിങ്ങൾക്ക് തരൂല, കാരണം ഹലാലുല്ലനാ വ ഹറാമുൻ അലൈക്കും. ഇത് ഞങ്ങൾക്ക് കഴിക്കൽ ഹലാലാണ്, നിങ്ങൾക്ക് കഴിക്കൽ ഹറാമാണ്. ഇത് കേട്ട സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടവും ദേഷ്യവും വന്നു. കാരണം അവർക്ക് കഴിക്കാം, നമുക്ക് കഴിക്കാൻ പാടില്ല. ഇതെന്താ? ആ സമയത്ത് ആ ഉമ്മ, ആ സഹോദരി പറയുകയാണ്, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു, ഞാൻ വിധവയാണ്. ആ ഉമ്മ പറയുകയാണ്, ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് ദിവസങ്ങളായി. ഭർത്താവിന്റെ മരണത്തിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാനൊന്നുമില്ല. ഒരുപാട് ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട്. യതീമീങ്ങളായ എൻ്റെ കുട്ടികളെ നോക്കൂ, അവർ വിശന്ന് കരയുകയാണ്. അങ്ങനെ വിശപ്പ് സഹിക്കാനാവാതെ മരണത്തിൽ മുന്നിൽ കണ്ട സമയത്ത് ഞാൻ എൻ്റെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി. കുറച്ചങ്ങോട്ട് നടക്കുന്ന സമയത്ത് ഒരു കഴുത ചത്ത് കിടക്കുകയാണ്. ആ ചത്ത് കിടക്കുന്ന ശവം, അത് കഴിക്കാൻ പാടില്ല, അത് ഹറാമാണല്ലോ. പക്ഷേ അത് ഇനി ഒന്നും കഴിച്ചില്ല എങ്കിൽ എൻ്റെ മക്കൾ മരണപ്പെട്ടു പോകുമെന്ന അവസ്ഥ എത്തിയപ്പോൾ ആ ചത്ത് കിടക്കുന്ന ആ ശവത്തിന്റെ കുറച്ച് ഇറച്ചി ഞാൻ വെട്ടിയെടുത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് വിശപ്പടക്കാൻ കറി ഉണ്ടാക്കിയതാണ്. അത് ഞങ്ങൾക്ക് കഴിക്കൽ ഹലാലാണ്, നിങ്ങൾക്കത് ഹറാമാണെന്ന് ആ ഉമ്മ പറഞ്ഞ സമയത്ത്, ആ സ്ത്രീ പറഞ്ഞ സമയത്ത് മഹാനായ ഈ മുവഫിഖ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ഓടി വന്നു. എന്നിട്ട് ഹജ്ജിന് പോവാൻ വെച്ചിരുന്ന 300 ദിർഹം അതെടുത്തു കൊണ്ടുപോയി ആ സഹോദരിയുടെ, ആ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ്, അംഫിഖ് അലാ ഇയാലിക്, നിങ്ങൾ ഈ പൈസ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട സാധനങ്ങൾ വാങ്ങുക, ഭക്ഷണ സാധനങ്ങൾ വാങ്ങുക. അല്ലാഹുവേ പടച്ചോൻ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. എൻ്റെ അയൽവാസികൾ ഇത്രമാത്രം പട്ടിണിയായിരുന്നു, ഇത്രമാത്രം വിഷമത്തിലായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് അദ്ദേഹം അവിടെ വെച്ച് ദുആ രക്കുന്നുണ്ട്. ഈ സംഭവം മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ മുവഫിഖ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ സമയത്ത് മഹാനവറുകൾ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു തആല ഹജ്ജിന്റെ പ്രതിഫലം തരുന്നതാണ്. നിങ്ങൾക്ക് അല്ലാഹു ഹജ്ജിന്റെ പ്രതിഫലം തന്നിരിക്കുന്നു. നിങ്ങൾ കഅബ കണ്ടില്ല, നിങ്ങൾ തവാഫ് ചെയ്തില്ല, അറഫയിൽ വന്നില്ല, മുസ്ദലിഫയിൽ വന്നില്ല, ജംറയിൽ കല്ലെറിഞ്ഞില്ല, പക്ഷേ നിങ്ങൾ അതെല്ലാം ചെയ്തതുപോലെ വലിയ ഹജ്ജിന്റെ കൂലി അള്ളാഹു നിങ്ങൾക്ക് തരുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ കാരണം ഈ വർഷം ഹജ്ജ് ചെയ്ത 6 ലക്ഷത്തോളം ഹാജിമാരുടെ ഹജ്ജ് മുഴുവനും അള്ളാഹു തആല സ്വീകരിച്ചിരിക്കുകയാണ് എന്ന സന്തോഷ വാർത്ത മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ്.